ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് പാർക്കിൽ പോയി വന്നാലോ? അപ്പോൾ നമ്മൾ വെള്ളിയങ്കല് ഹെറിറ്റേജ് പാർക്കിലേക്ക് പോകുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മാൻഡേറ്ററി ഉള്ളൊരു വിസിറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വെള്ളിയങ്കലിലെ പൈതൃക പാർക്കിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 50 മീറ്റർ കൂടെ ഇല്ല ഇവിടെ അടുത്തേക്ക്. അപ്പോൾ നമ്മൾ ഓണം വെക്കേഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള വ്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. മുന്നേ ഒന്നും ഇവിടെ ഗൂഗിൾ പേ ഫെസിലിറ്റി ഉണ്ട് അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റിന് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അഡൾട്ട്സിന് വരുന്നത് 20 റുപ്പീസും അതുപോലെ തന്നെ കിഡ്സിന് 10 റുപ്പീസും ആണ്. ഇപ്പോൾ ഓണൊക്കെ ആയത് കാരണം ഇവിടെ എന്തൊക്കെ പരിപാടികളും സെറ്റപ്പുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റേജ് ഒക്കെ ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മൾ പാർക്കിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ് ഇത്. പിന്നെ ഞാൻ അവിടെ വന്നപ്പോൾ മുതൽ കാണുന്നതാണ്, പോർട്രേറ്റ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളത്, പക്ഷേ ടൈം ഉണ്ടായില്ല. ഇത് പിന്നെ ഓണാഘോഷമായിട്ട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ സ്റ്റേജ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പള്ളിയിലായിരുന്നു, ആരും കടക്കാതെ കുറച്ച് തെങ്ങും തോപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് കിടന്ന സ്ഥലമാണ്. പള്ളിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണെന്നുള്ളത്. പിന്നെ അതിനുശേഷം ഞാൻ കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ ഗേറ്റിന്റെ അവിടെ നിന്ന് കയറും, അവിടെ പാലത്തിന്റെ അവിടെ പോയിട്ട് കയറും. ഷോർട്ട് കട്ടാണ്, ഇങ്ങനെ വളഞ്ഞു പോകണ്ടല്ലോ വിചാരിച്ച് നേരെ കയറിയ സ്ഥലമാണിത്. ഇപ്പതാ കുറച്ച് സമയമായിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് കൂടി പെട്ടെന്ന് ഇവിടെ തന്നെ ആകെ മാറി, ഫുള്ള് റെനോവേറ്റ് ചെയ്തു, പാർക്കൊക്കെ വന്നു. അതിന്റെ പേരിൽ നമുക്ക് നാട്ടിൽ ഒരുപാട് ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ചേഞ്ച് ആയപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ആൾക്കാർക്കാണ് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുക. പിന്നെ ഇത്രയ്ക്കൊന്നും ക്രൗഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ പാർക്കും അതുപോലെ തന്നെ ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഇത്രയ്ക്ക് ക്രൗഡൊക്കെ ഇവിടെ വന്നു തുടങ്ങിയത്. പാർക്കിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ ആണിത്. അപ്പോൾ നമ്മൾ അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ കുറേ സ്ലൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കുള്ളത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങാം. താഴേക്ക് ഇറങ്ങുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുഴയുടെയും അതുപോലെ തന്നെ റെഗുലേറ്റർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നമ്മൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭിത്തിയിൽ മൊത്തം നല്ല നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ. നേരെ ഫ്രണ്ടിലേക്ക് ഓപ്പോസിറ്റ് സൈഡ് പുഴയും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് റെഗുലേറ്റർ ബ്രിഡ്ജും അതുപോലെ തന്നെ ഷട്ടേഴ്സും വെള്ളം വരുന്നതൊക്കെ നന്നായി കാണാം. അതുപോലെ മീൻ പിടിക്കുന്നതൊക്കെ, പാലത്തിൻ്റെ മേലെ എപ്പോഴും മീൻ പിടുത്തം ഉണ്ടാവാറുണ്ട്. അപ്പോൾ മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ഒരു പാറയ്ക്ക് ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അഗ്നിഹോത്രി യജ്ഞമൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് കയറുമ്പോൾ മുണ്ടുണക്കിയ പാറയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ. എനിക്ക് സത്യമാണോന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതാണ് നമ്മുടെ റെഗുലേറ്റർ ബ്രിഡ്ജ്. ഇതിൻ്റെ അവസാനത്തായിട്ട് നമുക്ക് എൻഡിൽ നമുക്ക് ഒരുപാട് പേര് പുഴമീനൊക്കെ പിടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പിടിച്ചിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്തായാലും നല്ല വെയിലുള്ള സമയത്താണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് കാര്യം പറയട്ടെ. ഇപ്പൊ അത് നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്താണ് ഇവിടെ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഇട്ടത്. അതിന് മുമ്പ് പറഞ്ഞാൽ ഇവിടേക്കും താഴേക്കൊക്കെ നമുക്ക് എൻട്രൻസ് ഉണ്ടായിരുന്നു, അതായത് ഇറങ്ങായിരുന്നു. ആ വെള്ളപ്പൊക്കം വന്നിട്ട് കുറെ മണ്ണിടിയും അതുപോലെ തന്നെ കുറെ ഇഷ്യൂസ് ഒക്കെ വരിക കാരണം കുറെ പേര് വെള്ളത്തിലൊക്കെ പോകുക, അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുക കാരണമാണ് പിന്നെ ഇതിവിടെ ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ അപ്പൊ കയറിയ മണ്ണാണ് ഇതൊക്കെ, മണലാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ നല്ലപോലെ ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ആ വെള്ളപ്പൊക്കത്തിൽ കയറിയ മണ്ണാണിത്. പിന്നെ അതുപോലെ എന്താണെന്ന് വെച്ചാൽ ഷട്ടറൊക്കെ ഇപ്പൊ നല്ലപോലെ വെള്ളമൊക്കെ തുറന്നിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഷട്ടർ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് ഒരു കാണേണ്ട വ്യൂ തന്നെയാണ്. കാരണം നമുക്ക് ഈ അടുത്തുള്ള ആൾക്കാർക്ക് അറിയാം, ആ ഷട്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കല്ലിന്റെ ഇടയിലൊക്കെ ഒരുപാട് മീനുകൾ ഉണ്ടാവും. അപ്പൊ വെള്ളമൊക്കെ ഒഴുകി പോയി കഴിഞ്ഞാൽ മീനൊക്കെ ഒരു വെള്ളം കിട്ടാതെ മേലേക്ക് ഇങ്ങനെ തെറിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സമയത്ത് ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്ന് പാത്രങ്ങളും കൊട്ടയൊക്കെ ഇട്ട് ഓടി വന്നിട്ട് പെറുക്കി പോകുന്ന സിറ്റുവേഷൻ. നമുക്ക് ഒരു ഹാർഡ് വർക്കും കഷ്ടപ്പാടോ ചൂണ്ടലോ അല്ലെങ്കിൽ വലയൊന്നും ഇല്ലാതെ മീന് ലക്ഷ്യൂറിയസ് ആയിട്ട് കിട്ടുന്ന സിറ്റുവേഷൻ ആണ്. ഞാനൊക്കെ കോളേജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ആൾക്കാർ ഓടിക്കൊണ്ടിട്ട് എന്താണ് ഇങ്ങനെ ഓടിക്കൊണ്ടെന്ന് വിചാരിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കണ്ടപ്പോഴാണ് ഇതിന്റെ കാര്യം മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ളവർക്ക് അറിയാം ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഈ ഒരു പാർക്കും അതുപോലെ തന്നെ പുഴയും ഇവിടെ ഉള്ള കാരണം ഒരുപാട് കുടുംബങ്ങൾ ഇതിൻ്റെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട്. കാരണം പാർക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് ഈ ലോക്കൽ പീപ്പിൾസിനൊക്കെ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റോഡ് സൈഡിൽ കാണുന്ന ഒരുവിധം കടകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ഓരോ കടകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോക്കൽ ആൾക്കാർ നടത്തുന്നത് തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ നല്ല ബെനിഫിറ്റാണ്, നല്ല രീതിയിൽ നല്ല ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൻ്റെ ഉള്ളിലുള്ള ഒരു കഫറ്റേരിയയാണ്. പിന്നെ ഇത് നമ്മൾ പറയില്ലേ കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ പാലത്തിനോടും അതുപോലെ തന്നെ നമ്മുടെ റോഡിനോടും ചേർന്നിട്ടുള്ള പോർഷൻസ് ആണ്. നമ്മൾ ഈ ഒരു പ്ലേസിന് അടുത്തുള്ള നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഹിന്ദുക്കൾ മാത്രമേ വരുള്ളൂ, പക്ഷേ മുസ്ലിങ്ങളും വരാറുണ്ട്. അതുപോലെ പെരുന്നാളിനാണെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളും വരാറുണ്ട്. സോ ഫ്രീ ടൈം ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ കോയമ്പത്തൂർ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മൾ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേ എന്റെ നാട്ടിൽ, അതായത് വെള്ളിയങ്കലിൽ മാൻഡേറ്ററി ആണ് വിസിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും പുഴയിലേക്കോ അല്ലെങ്കിൽ പാർക്കിലേക്കോ വരാറുണ്ട്. അത് മിസ് ചെയ്യാറില്ല. കാരണം എന്റെ ഹസ്ബൻഡിനും എനിക്ക് ഇഷ്ടമാണ് ഇവിടെ വന്നിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുന്ന വേറൊരു വ്യക്തിയാണ് സർവത്ത് ഷെഫീഖ്. അവിടെ പോയിട്ട് ഞാനല്ല ആ സിസ്റ്റം തുടങ്ങി വെച്ചത്. എന്റെ ഹസ്ബൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുടെ ഒരു ഫേസ്ബുക്കിൽ ഒരു ആഡ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ആള് ഷെഫീഖിനെ തിരക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുലുക്കി അല്ലെങ്കിൽ സർവത്ത് ആളുടെ അടുത്ത് പോയി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് മിസ് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം തന്നെ ആളെ തന്നെ
എന്നേക്കാളും നന്നായിട്ട് ഷെഫീഖിനെ അറിയാം. അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അങ്ങോട്ട്. അപ്പൊ ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ വ്യൂസ് ഉണ്ട്, അതുപോലെ നല്ല സെറ്റപ്പുകൾ ഉണ്ട്. അപ്പൊ ഒരുപാട് പേര് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു വ്യൂ ആണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൽ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പൊ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിലത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ പോകുന്നത് ഷെഫീഖിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഷെഫീഖിന് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ തന്നെ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. കാരണം നമ്മൾ 2.5 months ശേഷമാണ് വീണ്ടും നാട്ടിലേക്ക് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കാൻ വരുന്ന ബന്ധം മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ റിലേഷനൊന്നുമില്ല. പക്ഷേ എന്തോ ആളുടെ പ്രസൻറ്റേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളോടുള്ള കസ്റ്റമേഴ്സിനുള്ള ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. So bye bye, Williangal.